അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 41. അള്ളാഹുവിൻ്റെ അസ്തിത്വം, അവൻ്റെ ഏകത്വം, മരണാനന്തര ജീവിതം, പരലോക രക്ഷാശിക്ഷകൾ, വിശുദ്ധ ഖുർആൻ്റെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യത, ആദിയായ മൗലിക പ്രധാനങ്ങളായ വിഷയങ്ങളാണ് ഖുർആനിലെ മുഖ്യ പ്രതിപാദ്യം. ഖുർആനിലെ പ്രതിപാദ്യ വിഷയങ്ങളെ പലരും പല വിധത്തിൽ ഭാഗിക്കാറുണ്ടെങ്കിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവയെല്ലാം താഴെ കാണുന്ന 5 ഇനങ്ങളിൽ ഉൾപ്പെട്ടതാകുന്നു. മതനിയമങ്ങൾ, അൽ അഹ്കാം, ആരാധനാകർമ്മങ്ങൾ, ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ, ഗാർഹികവും സാമൂഹികവുമായ കാര്യങ്ങൾ തുടങ്ങി ജീവിത വശങ്ങളെ ബാധിക്കുന്ന വിധിവിലക്കുകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മതനിയമങ്ങൾ 5 തരത്തിലാണുള്ളത്. 1. നിർബന്ധം അഥവാ ഉപേക്ഷിക്കുവാൻ പാടില്ലാത്തത്, അൽ വാജിബ്. 2. ഐച്ഛികം അഥവാ നിർബന്ധമല്ലാത്തതും അനുഷ്ഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതും, അൽ മന്ദൂബ്. അനുവദനീയം അഥവാ അനുഷ്ഠിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാവുന്നത്, അൽ മുബാഹ്. അനഭിലഷണീയം അഥവാ വിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഉപേക്ഷിക്കുവാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം, മക്രൂഹ്. 5. നിഷിദ്ധം അഥവാ നിരോധിക്കപ്പെട്ടത്, അൽ ഹറാം. ഈ 5 വിധികൾ അൽ അഹ്കാമുൽ ശരീഅ, ശരീഅത്ത് വിധികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വിഭാഗത്തെപ്പറ്റി വിശകലനം ചെയ്യുന്ന വിജ്ഞാനശാസ്ത്രത്തിനാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്.